നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതിന് മുൻപ് ഷക്കീന ഓൺലൈൻ ചാനലിന് വേണ്ടി വർക്ക് ചെയ്തപ്പോഴും സൺഡേ ശാലോം ഓൺലൈൻ ചാനലിന് വേണ്ടി വർക്ക് ചെയ്തപ്പോഴും റെഗുലറായി ഫോളോ ചെയ്തിരുന്ന ഒരു വിഷയം ഇസ്രായേൽ അറബ് വിഷയങ്ങളായിരുന്നു. അവസാനം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേൽ അമേരിക്ക കോമ്പിനേഷനും ഇറാനുമായിട്ടുള്ള യുദ്ധത്തെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വെനസ്ഡേ ആണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ട്രംപ് ഒപ്പിടുന്നത്. വ്യാഴാഴ്ചയാണ് അത് പെഷേസ്കിയാൻ ഒപ്പിടുന്നത്. അങ്ങനെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിലവിൽ വന്നു. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് അവർ ശരിക്കും ജനീവയിൽ വെച്ച് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് വാൻസ് അവിടേക്ക് പുറപ്പെടുന്നു, ഇറാനിൽ നാളുകൾ പുറപ്പെടുന്നു. അതിനിടയിലൂടെ ഇസ്രായേൽ ലെബനോണിൽ ഹെസ്ബുള്ളയുമായി വലിയ ഏറ്റുമുട്ടലുണ്ടാകും. അപ്പം അതിൻ്റെ ഒരു സാഹചര്യം ലെബനോണിലും കൂടി വെടിനിർത്തൽ, ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒന്നാമത്തെ കാര്യമായി ചേർത്തിട്ടുള്ളത് ലെബനോൺ അടക്കമുള്ള എല്ലാ മേഖലകളിലും വെടിനിർത്തൽ ഉടൻ നടപ്പാക്കും എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ അവിടുത്തെ ആക്രമണങ്ങൾ കുറച്ചു വെച്ചിരുന്നു. അത് വലിയ തോതിൽ ബെയ്റൂട്ട് എന്തായാലും ആക്രമിക്കുകയില്ല, ലെബനോണിൻ്റെ തലസ്ഥാനം ആക്രമിക്കുകയില്ല. തെക്കൻ ലെബനോണിൽ അവർ കീഴടക്കിയിട്ടുള്ള ലതാനിയ റിവറിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇസ്രായേലിൻ്റെ പിടിയിലാണ്. അതിന് വടക്കോട്ട് കടന്നും ലതാനിയ റിവർ ക്രോസ് ചെയ്തതിനപ്പുറത്തേക്ക് കടന്നും അവർ ഏകദേശം 10-20 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നബാറ്റിയ എന്ന് പറയുന്ന ഒരു റീജിയനിലാണ്. നബാറ്റിയ എന്നുള്ളത് ഒരു പ്രവിശ്യയാണ്. ആ പ്രവിശ്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് നബാറ്റിയ സിറ്റി എന്ന് പറയുന്നത്. നബാറ്റിയ സിറ്റിയോട് ചേർന്നുള്ള ഖഫർ ടബ്നീറ്റ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ അവിടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു റിഡ്ജുണ്ട്. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കോൺ ഷേപ്പിൽ നിൽക്കുന്ന ഒരു കുന്നിനെയാണ് റിഡ്ജ് എന്ന് വിളിക്കുന്നത്. ആ റിഡ്ജിൻ്റെ പേര് അലിയൽ താഹർ റിഡ്ജ് എന്നാണ്. ആ റിഡ്ജ് വാസ്തവത്തിൽ ഹെസ്ബുള്ളയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അത് ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശമാണ്. അതിൻ്റെ മറുഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് ലെബനോണിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് തെക്ക് ഭാഗത്തുള്ള ഇസ്രായേൽ സേനയെ അവർ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്തരം ഒരു ആക്രമണത്തിൽ അവർ വിജയം കാണുകയും 4 മുതൽ 6 വരെ ഇസ്രായേൽ ഭടന്മാർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വെള്ളിയാഴ്ച ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രായേൽ അതിശക്തമായിട്ട് ആ റീജിയണിൽ അവർ തിരിച്ചാക്രമിച്ചു. ഹെസ്ബുള്ള റീജിയണിൽ 50-ഓളം ആളുകൾ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടു. ചർച്ച തുടങ്ങിയില്ല, തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പം ഇറാനിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇസ്മായിൽ ബഖേരി വളരെ ശക്തമായിട്ട് അതിനോട്, അവരുടെ സ്പോക്സ് പേഴ്സണാണ് അദ്ദേഹം, വളരെ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കുകയും എല്ലാ ചർച്ചകളും അവസാനിച്ചു, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നുമില്ല, ഞങ്ങൾ യുദ്ധം തുടരുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ ഇറാനെ സംബന്ധിച്ച് എന്താണ് ശരിക്കുള്ള പ്രശ്നം? അവരെ സംബന്ധിച്ച് ഇറാനാണോ പ്രശ്നം, ഹെസ്ബുള്ളയാണോ പ്രശ്നം? അവർ പലപ്പോഴും പറയുന്നത് ഹെസ്ബുള്ള തങ്ങളുടെ കൈയല്ല എന്നാണ്. അതായത് ഹാൻഡ്സ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന സംഗതിയിൽപ്പെടുന്നത് ഞങ്ങൾ അങ്ങനെ ആരെയും സഹായിക്കുന്നൊന്നുമില്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്, ഹമാസിനെ ഞങ്ങളല്ല പരിപോഷിപ്പിക്കുന്നത്, ഹെസ്ബുള്ളയെ ഞങ്ങളല്ല പരിപോഷിപ്പിക്കുന്നത്, ഹൂത്തികളെ ഞങ്ങളല്ല പരിപോഷിപ്പിക്കുന്നത്, വാക്കാൽ പറയും. പക്ഷെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഈ IRGCയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഹെസ്ബുള്ള എന്ന് പറയുന്ന IRGC തന്നെ പരിശീലിപ്പിക്കുന്ന ഷിയ പോരാളികളുടെ സംഘത്തെയാണ് ഹെസ്ബുള്ള എന്ന് വിളിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ പാലസ്തീൻ PLO നേതാക്കൾ, അല്ലെങ്കിൽ PLO യാസർ അറഫത്തിന്റെ നേതൃത്വത്തിലുള്ള PLO ഇസ്രായേലിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യത്തിൽ അവർ ആദ്യം ജോർദാനിൽ അഭയം നേടുകയും ജോർദാൻ രാജാവിനെ സംബന്ധിച്ച് അവർ വലിയ ശല്യമായി തീർന്നപ്പോൾ അവർ അവിടുന്ന് പുറത്താക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1980 അവർ ഈ ലെബനോണിലേക്ക് കുടിയേറുകയാണ് ചെയ്തത്. അങ്ങനെ ലെബനോണിൽ അവർ കുടിയേറിയ സാഹചര്യം തന്നെയാണ് ഇറാനിൽ ഈ ആയത്തുള്ള ഭരണകൂടം വരുന്നതും അവർ ഇസ്രായേലിനെ തീർത്ത് കളയും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇസ്രായേലിനെയും അമേരിക്കയും തീർക്കുക എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതോടുകൂടി തെക്കൻ ലെബനോണാണ് ശരിക്കും ലെബനോണിലെ ഷിയാക്കളുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് തെക്കൻ ലെബനോണാണ്. ആ തെക്കൻ ലെബനോണിലെ ഷിയാക്കളും ഈ സുന്നികളായിട്ടുള്ള PLO നേതാക്കളുടെ ഈ കാര്യത്തിൽ ആകൃഷ്ടരായി. പിന്നീട് PLO ഇസ്രായേലുമായിട്ട് ഓസ്ലോ അക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ, ക്യാമ്പ് ഡേവിഡ് അക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ഒത്തുചേർന്നെങ്കിലും, അല്ലെങ്കിൽ അവർ തമ്മിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചെങ്കിലും, ഈ ഷിയാക്കളിൽ നിന്ന് പിന്നീട് ഉയർന്നു വന്ന 1982 സ്ഥാപിതമായ ഈ ഹെസ്ബുള്ള എന്ന് പറയുന്ന സംഘടന, അത് ഇറാനിലെ ഷിയാക്കൾ രൂപപ്പെടുത്തിയതാണ്. പക്ഷെ അതിന് നേതൃത്വം നൽകുന്ന IRGC ആണ്, ആയത്തുള്ള ഭരണകൂടമാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അത് പിന്നീട് അവിടെ നിൽക്കുകയും ഇസ്രായേലായിട്ട് പ്രശ്നം തുടരുകയും ചെയ്തതാണ്. അങ്ങനെ ഇസ്രായേലുമായിട്ട് പലതവണ യുദ്ധങ്ങളുണ്ടായി. ഇപ്പൊ ഈ ഒക്ടോബർ 7, 2023 പ്രശ്നത്തിന് ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞ് ഹമാസിനെ സഹായിക്കുവാനായി
ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ അതിശക്തമായി ആക്രമിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് തകർത്തുകളയും ചെയ്തു. ആ യുദ്ധം തുടരുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് തുടർന്ന് അവരിപ്പം ഈ ലദാനിയ റിവറിന്റെ, ഈ സിറിയയുടെ ഏകദേശം 1/5 വരുന്ന ലദാനിയ റിവറിന്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശം മുഴുവൻ ഇസ്രായേൽ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവർ കടന്നിരിക്കുന്നു. അപ്പോൾ ഏകദേശം 1/4 റീജിയൻ, 1/4 ഓഫ് ദി റീജിയൻ ഇപ്പോൾ അവരുടെ കയ്യിൽ ആണ്. അപ്പൊ അതില് ഈ വളരെ തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങൾ, അതിലെ ബാഫോർട്ട് കാസിൽ എന്ന് പറയുന്ന ഒരു സംഗതി, കുരിശുയുദ്ധക്കാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു കോട്ട, അത് വളരെ തന്ത്രപ്രധാനമായ ഒരു പോയിന്റ് ആയിരുന്നു. ആ പോയിന്റ് ഇസ്രായേൽ കീഴടക്കിയത് കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയാണ്. അത് വലിയ വളരെ വാർത്താ പ്രാധാന്യം നേടിയൊരു സംഗതിയാണ്. അപ്പൊ ആ ബാഫോർട്ട് കാസിൽ എന്ന് പറയുന്നത് ഏകദേശം പീഠഭൂമി പോലത്തെ ഒരു പ്രദേശത്ത് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക്, ഗലീലി റീജിയനിലേക്ക് മിസൈലുകൾ അയക്കാൻ വളരെ എളുപ്പമാണ്, ഡ്രോണുകൾ അയക്കാൻ എളുപ്പമാണ്. അപ്പൊ അവിടുന്നായിരുന്നു ഇവർ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇസ്രായേലിന് നേരെ അയച്ചിരുന്നത്. അത് അവർ പിടിച്ചെടുത്തു. നേരത്തെ അവർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു 80കളിൽ, പിന്നീട് അവർ തിരിച്ചു കൊടുത്തതാണ്. അത് ഹിസ്ബുള്ള പിന്നീട് ലെബനോണിന്റെ കയ്യിൽ പിടിച്ചെടുത്തു. ഇപ്പം ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ അത് പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് അതിന്റെ നിയർ ബൈ ഏകദേശം 4-5 കിലോമീറ്റർ അടുത്ത് തന്നെ ഉള്ള ഒരു പ്രദേശമാണ് ഈ അലി അൽ താഹർ റിഡ്ജ് എന്ന് പറയുന്നത്. ഈ കുന്ന് ഹെസ്ബുള്ളയെ സംബന്ധിച്ച് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുന്നിന്റെ അടിയിൽ ധാരാളം തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ട് അതിനകത്താണ് ഹെസ്ബുള്ളയുടെ ആയുധ ശേഖരവും മറ്റ് പല സാമഗ്രികളും ഉള്ളത്. കൂടാതെ അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ പ്രധാനമായിട്ടും ഈ തെക്കൻ ലെബനോണിലെ IDF-നെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അപ്പൊ ഈ റിഡ്ജ് പിടിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ റിഡ്ജിലേക്ക് മുന്നേറുമ്പം ആൾ നാശമില്ലാതെ ഒരു കാരണവശാലും ഇസ്രായേലിന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് വളരെ പ്ലെയിൻ ആയിട്ടൊരു സ്ഥലത്ത് കൂടി ഒളിച്ചിരിക്കാൻ സൗകര്യമുള്ള സ്ഥലത്തേക്ക് കയറുന്ന സംഗതിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ സേന താഴെയും ഈ ഹിസ്ബുള്ളയുടെ ഭീകരപ്രവർത്തകര് ഈ അലി അൽ താഹർ എന്ന് പറയുന്ന റിഡ്ജിന്റെ മേലെ മറ്റേ സൈഡിലുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ മേലെ നിൽക്കുന്ന സേനയ്ക്ക് സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേൽ സേനയ്ക്ക് ആൾനാശം ഒഴിവാക്കാനാവില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് 4 പേര് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 4ഉം 6ഉം എന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേൽ 4 പ്രഖ്യാപിച്ചിട്ടുള്ളൂ, 6 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശരി, ഈ സേനയെ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ആ ആക്രമണം ആണ് ഇപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കഴിഞ്ഞ ആഴ്ച വളരെ ഗൗരവതരമായി ബാധിക്കുകയും ഇറാൻ എല്ലാ ചർച്ചകളും നിർത്തിവെച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവര് ചർച്ച നിർത്തിവെച്ചു എന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുമ്പോഴും അത് കഴിഞ്ഞ് IRGC ഇത് പ്രഖ്യാപിക്കുമ്പോഴും ഒക്കെ ഇസ്രായേലിൽ നിന്ന് ഇറാനിൽ നിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പെഷേസ്കിയാനും ക്വാലിബാഫും അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. പെഷേസ്കിയാനാണ് ഒപ്പിട്ടത്, ക്വാലിബാഫാണ് ശരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെടുന്നു. ജനീവയിൽ അവർ ചർച്ചയ്ക്ക് എത്തുന്നു. ഇതൊക്കെ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ IRGCയും ഇറാനിലെ തീവ്ര സംഘടനകളും എന്തൊക്കെ പറഞ്ഞാലും ശരി, ക്വാലിബാഫ് നിയന്ത്രിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നേതൃത്വം ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമായി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ്. അതിനുശേഷം അവർ ജനീവയിലെ ചർച്ചകളിൽ ഏർപ്പെടുന്നു. ചർച്ചകളെ സംബന്ധിച്ച് ചില അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുന്നു. അവിടെ വെച്ച് ട്രംപ് ഒരു ഭീഷണി മുഴക്കുന്നു. അതിനിടയിലൂടെ IRGC പറയുന്നു ഞങ്ങൾ ഹോർമുസ് വീണ്ടും അടച്ചു എന്ന് പറയുന്നു. അപ്പം ഉടനെ തന്നെ രാഷ്ട്രീയ നേതൃത്വം, പക്ഷേ വിദേശകാര്യമന്ത്രി അരാക്ചി പറയുന്നു അടച്ചിട്ടൊന്നുമില്ല എന്നവർ പറയുന്നു. അതിനുശേഷം IRGC തന്നെ പത്രപ്രസ്താവന ഇറക്കുന്നു, ഞങ്ങൾ ഹോർമുസ് അടച്ചിരിക്കുകയാണെന്ന് പറയുന്നു. പിന്നീട് പെഷേസ്കിയാനോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് അമേരിക്ക പറയുന്ന അവരെ അടച്ചതായിട്ടുള്ള യാതൊരു ലക്ഷണവും ഞങ്ങൾ കാണുന്നില്ല, അടപ്പൊന്നുമില്ല, എല്ലാവർക്കും പോവുകയും വരികയും ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ അവിടെ സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, പോകേണ്ടവർക്ക് പോകാം, വരേണ്ടവർക്ക് വരാം എന്ന നിലയിൽ അമേരിക്കാമിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു. അങ്ങനെ കപ്പൽ ട്രാഫിക് ബുദ്ധിമുട്ട് കൂടാതെ നടക്കുന്നു. IRGC കൂടെ അടയ്ക്കാനുള്ള ശേഷിയില്ല എന്ന വാസ്തവത്തിൽ അവർ പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ അവരെ കൊണ്ട് അത് ക്രോസ് ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പൊ ഇന്നലെ ഈ ദിവസങ്ങളിൽ പിന്നീട് പറയപ്പെട്ടത് ഒമാന്റെ തീരത്തു കൂടിയുള്ള ട്രാക്കിലൂടെ കപ്പലുകളിലൂടെ പോകാൻ വേണ്ടി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറയുന്നു. അപ്പോൾ അമേരിക്ക അത് ഇൻസ്ട്രക്ട് ചെയ്യുന്നു, അമേരിക്കൻ സെൻകോം ഇൻസ്ട്രക്ട് ചെയ്യുന്നു. അതിൽ കപ്പലിന്റെ ഓട്ടോമാറ്റിക് ലൊക്കേഷൻ സംവിധാനം, അത് ദാറ്റ് ഈസ് AIS എന്ന് പറയും, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ കപ്പലുകളിലും ഉള്ളതാണ്. കപ്പൽ നമുക്കറിയാം, കാർ ഓടിക്കുന്നവർ ഓടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് പിന്നെ പെട്ടെന്ന് തിരിക്കാനും മറിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് അതിൻ്റെ മുൻപിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു ഷിപ്പ് വന്ന് മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഷിപ്പുകളും വളരെ ദൂരെ നിന്ന് തന്നെ തങ്ങളെ മറ്റുള്ളവർക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം വെച്ചിട്ടാണ് ഓടുന്നത്. അതിനാണ് AIS എന്ന് പറയുന്നത്. ആ AIS വെച്ച് ആർക്ക് വേണമെങ്കിലും ഏത് കപ്പലും ഡിറ്റക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിൽ മൂവ് ചെയ്യുന്ന മുഴുവൻ കപ്പലും ഡിറ്റക്ട് ചെയ്യാം.
അപ്പൊ അതിൽ സെൻകോം പറഞ്ഞു ഇറാൻ ഇനി നിങ്ങൾ ഡിറ്റക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഒമാന്റെ തീരത്തൂടെ പോകുന്ന കപ്പലുകളോട് AIS ഓഫ് ചെയ്തിട്ട് പോയിക്കോളാൻ വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പക്ഷേ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ വളരെ സേഫാണ്, ഈ ഒമാന്റെ തീരത്തൂടുള്ള യാത്ര വളരെ സേഫാണ്, അപ്പൊ അതുകൊണ്ട് അത് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ കപ്പലുകൾ സുഗമമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങൾ നമ്മൾ എന്ത് കണ്ടാലും ശരി, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പുറത്തു വരുന്ന വീഡിയോ അനുസരിച്ച് അതിലൂടെ കപ്പൽ ട്രാഫിക് റെഗുലറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇറാൻ അതിനിടെ വീണ്ടും ഈ IRGC, ഇറാൻ എന്ന് പറയുമ്പോൾ IRGC ആണ് ഈ സംസാരിക്കാതിരിക്കുന്ന ഗ്രൂപ്പ് പൊളിറ്റിക്കൽ നേതൃത്വമാണ്. IRGC പറയുന്നത് അതിലെ വരുന്നത് വലിയ അപകടമാണ്, അതിലെ കൂടി കടക്കാൻ പാടില്ല. ഒന്ന്, ഒമാന്റെ തീരത്തുള്ള യാത്രയുണ്ട്. ഒരു 2 കിലോമീറ്റർ ഇന്റർനാഷണൽ വാട്ടേഴ്സ് ഉണ്ട്, അതിലെ കൂടെയുള്ള യാത്രയുണ്ട്. പിന്നെ ഇറാന്റെ തീരത്തൂടെയുള്ള യാത്രയുണ്ട്. അപ്പൊ ഇറാൻ പറയുന്നത് ഇറാന്റെ തീരത്തൂടെ അല്ലാതെയുള്ള എല്ലാ യാത്രയും അൺസേഫാണ്. ഇറാന്റെ തീരത്തൂടെ യാത്ര ചെയ്യുക എന്നുകൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുന്നത് പഴയ കപ്പൽ ട്രാക്കാണ്. ആ കപ്പൽ ട്രാക്ക് പ്രധാനമായിട്ടും ഇറാനോട് ചേർന്ന് കിടക്കുന്ന 2 ദ്വീപുകളുണ്ട്, കഷം, ഒന്ന് ലറാക്ക്. ഈ കഷം എന്ന് പറയുന്ന ദ്വീപിന്റെയും ലറാക്ക് എന്ന് പറയുന്ന ദ്വീപിന്റെയും ഇടയിലൂടെ, ഇത് രണ്ടും ഇറാന്റെ ഓണർഷിപ്പിലുള്ള ദ്വീപുകളാണ്, ആ ദ്വീപുകളുടെ ഇടയിലൂടെയാണ് കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് സാധാരണ പ്രവേശിച്ചുകൊണ്ടിരുന്നത്. പഴയ ട്രാക്ക് അതാണ്, ഏകദേശം 2 കിലോമീറ്റർ വീതിയുള്ള ട്രാക്കാണ്. ആ ട്രാക്കിലൂടെ കപ്പലുകൾ ഉള്ളിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്ന എല്ലാ കപ്പലുകളും കാഷം ഐലൻഡിനും ഇറാനും ഇടയിലുള്ള വാട്ടേഴ്സിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പൊ കാഷം ഐലൻഡ് ഒരു വലിയ ഐലൻഡാണ്, ലഡാക്ക് ഒരു ചെറിയ ഐലൻഡാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ലഡാക്കിന്റെയും കാഷത്തിന്റെയും ഇടയിലൂടെ അങ്ങോട്ട് പോകുന്നു. തിരിച്ചു വരുമ്പം ഇറാന്റെ മെയിൻ ലാൻഡിന്റെയും കാഷത്തിന്റെയും ഇടയിലൂടെയുള്ള സ്ഥലത്തുകൂടി പുറത്തേക്ക് വരും. ഇതാണ് ഹാർമസ് കടലിടുക്കിലെ പഴയ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ മാരിടൈം ഓർഗനൈസേഷൻ പറയുന്നത് ഈ ലഡാക്കിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒമാനോട് ചേർന്നുകൊണ്ട്, അതായത് ഇറാന്റെ വാട്ടേഴ്സിലേക്ക് പ്രവേശിക്കുന്നില്ല, ഒമാനോട് ചേർന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഇറാൻ അതിനെയാണ് ഒബ്ജക്ട് ചെയ്യുന്നത്, നിങ്ങൾ അതിലെ വരുന്ന വലിയ അപകടമാണ്, നിങ്ങൾക്ക് അപകടം പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സെൻകോം, US സേന പറയുന്നത് അവിടെ യാതൊരു സേഫ്റ്റിയുടെ പ്രശ്നമില്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെ അപകടം വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും കപ്പലുകൾക്ക് സേഫ്റ്റി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്. കൂടാതെ പിന്നീട് അവര് ഈ പറയുന്ന ടോൾ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ച് പല പ്രസ്താവനകളും ഇറാന്റെ ഭാഗത്തു നിന്നും, ഈവൻ ക്വാലിബാഫിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി. ക്വാലിബാഫിന്റെ ശബ്ദം എന്ന് പറയുന്നത് സ്വീഡനിൽ വെച്ച് അദ്ദേഹം മിണ്ടുന്നുണ്ടായിരുന്നില്ല, കാരണം അവിടെ ട്രംപ് അവരെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ നമുക്കറിയാം. ഈ ടോൾ ഏർപ്പെടുത്തു എന്ന് പറഞ്ഞ ഉടനെ ട്രംപിന്റെ വായിൽ നിന്ന് വന്നത് ട്രംപിന്റെ ഇടിക്കൂട്ടിലുള്ള ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷയാണോ അദ്ദേഹം പറഞ്ഞത്, ഈ ചർച്ചയ്ക്ക് വന്നവന്മാർ അവിടുന്ന് പോകത്തുമില്ല, അവന് പോകാൻ വേണ്ടി ഇറാൻ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ ഉണ്ടാവുകയില്ല, ആ സ്ഥലം ഞങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഇനി ഈ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്നത് പണ്ടത്തെ മാതിരി ആയിരിക്കില്ല, അങ്ങോട്ട് പ്രവേശിക്കുന്ന ഇറാന് ടാക്സ് തരേണ്ടി വരും, ഇറാനും ഒമാനും ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാകും, ഞങ്ങൾ ടാക്സ് പിരിക്കുന്നു പറഞ്ഞു. ഒമാൻ പറഞ്ഞു ഞങ്ങൾ അതിനകത്തില്ല എന്ന് പറഞ്ഞു. ഇന്നലെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഒമാൻ പ്രഖ്യാപിച്ചു ഞങ്ങൾ ടാക്സ് പിരിക്കാനൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞങ്ങളില്ല, ഒമാന്റെ വാട്ടേഴ്സിനോട് ചേർന്ന് ആർക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, അത് സേഫ് ആണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഒമാൻ ആ കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല. മാത്രമല്ല US പറഞ്ഞു അവിടെ ആരെങ്കിലും ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളായിരിക്കും, നിങ്ങൾ പിരിക്കില്ല എന്നും പറഞ്ഞു. അതാണ് ടോളിനെ സംബന്ധിച്ചുള്ള സാഹചര്യം. അപ്പോൾ നമ്മളുടെ ഇവിടെ പല പത്രങ്ങളും പറയുന്ന 60 ദിവസം കഴിഞ്ഞാൽ ഇറാന് ടോൾ പിരിക്കാം എന്ന നിലയിലാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ടോൾ പിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ 60 ദിവസം കൊണ്ട് തീരുമാനിക്കും എന്നാണ് അതിനകത്തുള്ളത്. അല്ലാതെ 60 ദിവസം കഴിഞ്ഞാൽ ടോൾ പിരിക്കാം എന്നല്ല, അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ ബോംബ് ഉണ്ടാക്കാം എന്നല്ല. ഇതെല്ലാം ഈ 60 ദിവസത്തെ ടോക്കുകളിൽ വരേണ്ട സംഗതിയാണ്. അപ്പൊ പ്രധാനമായിട്ടും അവിടെ നടന്ന ടോക്കുകളെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അത് അനുസരിച്ച് ഇറാന് ഇപ്പോൾ ഓയിൽ വിൽക്കാൻ സാധിക്കും. August 1 വരെ ഏകദേശം 60 ദിവസമാണ് ഇറാൻ ഇപ്പോൾ ഓയിൽ വിൽക്കാനുള്ള അവസരം കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ച് ഇറാൻ ഓയിൽ വിൽക്കുന്നുണ്ട്, വലിയ തോതിൽ വിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാവുന്നതുപോലെ ഒപെക് രാജ്യങ്ങളുടെ ഓയിൽ വിൽക്കുന്നതിനെ സംബന്ധിച്ച് ചില സീലിംഗ്സ് ഉണ്ട്. അപ്പൊ ആ സീലിംഗുകളിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കി തരണം, കൂടുതൽ ഓയിൽ തങ്ങൾക്ക് വിൽക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒപെക് നിയന്ത്രണങ്ങൾ അയച്ചു കൊടുത്തില്ലെങ്കിൽ തങ്ങൾ ഒപെക്കിൽ നിന്ന് പുറത്തുപോയി ഓയിൽ വിൽക്കുമെന്നവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ അവർ ഓയിൽ വിൽക്കുകയാണ്. അപ്പൊ അതിനിടയിലൂടെ അവർക്ക് ഈ പറയുന്ന ടോൾ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ പിന്നെ ഹോർമസ് ബ്ലോക്ക് ചെയ്യാനൊന്നും സമയം കിട്ടൂല എന്നുള്ളൊരു വാസ്തവമാണ്. അതൊക്കെ ഖാലിബാഫിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾ വേറെ ചിലരെ ഉദ്ദേശിച്ചാണ്, വേറെ ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഇറാൻ അമേരിക്കയുമായിട്ട് നേരിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ തുറന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, നേരത്തെ ഒമാനിൽ പോയിട്ട് ചർച്ചകളുണ്ടായിരുന്നു യുദ്ധത്തിന് മുൻപ്. ആ ചർച്ചകളുടെ രീതി നമുക്കറിയാം. അമേരിക്കയുടെ പ്രതിനിധികൾ ഒരു മുറിയിലിരിക്കും, ഇറാന്റെ പ്രതിനിധികൾ വേറൊരു മുറിയിലിരിക്കും, നടുക്കത്തെ മുറിയിൽ ഒമാന്റെ പ്രതിനിധികളിരിക്കും. എന്നിട്ട് ഒമാന്റെ പ്രതിനിധികൾ അമേരിക്കയോട് പോയി ചോദിക്കും, എന്നിട്ട് അതുകൊണ്ട് ഇറാന്റെ മുറിയിലേക്ക് ഓടും. ഇറാൻ പറഞ്ഞ മറുപടിയായിട്ട് അമേരിക്ക, കാരണം ഇവർ നേരെ കാണാൻ പറ്റില്ല, വലിയ ശത്രുക്കളാണ്. അമേരിക്കയല്ല ശത്രുത, ഇറാനാണ് ശത്രുത. ഇപ്പോ ജനീവയിൽ ചെന്നപ്പോൾ ശത്രുതയൊന്നുമില്ല, നേരെ ഷെയ്ഖാനോട് സംസാരിച്ചു. ഇപ്പൊ അവസാനം നേരെ ഹോട്ട് ലൈനും തുറന്നു. ഇപ്പൊ ഹോട്ട് ലൈനിലൂടെയാണ് സംസാരം.
അപ്പൊ പാകിസ്ഥാൻ പറയുന്നത് ഈ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ വേറെ, ഇവർ തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ ഇവർ നേരിട്ട് പറയട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ട്രംപ് പറയുന്നതോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഗാലിബാഫ് പറയുന്നതോ ഒന്നും ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമല്ല. നമ്മളെ പോലത്തെ ആളുകളെ അല്ലെങ്കിൽ ഇറാനിൽ നമ്മളെ പറ്റിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് ഇറാനിലുള്ള ആളുകളെ പറ്റിക്കാനോ അല്ലെങ്കിൽ US ഉള്ള ആളുകളെ എന്തെങ്കിലും ധരിപ്പിക്കാനോ ഒക്കെ വേണ്ടി ഇവർ സംസാരിക്കുന്നതാണ്. അപ്പൊ ഈ സംസാരത്തിന്റെ ശരിക്കുള്ള സംഭവം എന്താണെന്നുള്ളത് ഫോണിലൂടെ മാത്രം അവർ തമ്മിൽ സംസാരിക്കും. ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇതിനിടയിലൂടെ ഒരു $14 മില്യൺ റിലീസിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പം ട്രംപ് പറഞ്ഞു ഡോളർ അല്ല റിലീസ് ചെയ്തത്, $14 മില്യൺ ധാന്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് അവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോസൺ അസറ്റ്സിൽ നിന്ന് $14 മില്യൺ അമേരിക്ക അങ്ങോട്ട് എടുക്കും, അതിന് പകരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുക്കും. അപ്പൊ ഇന്ന് ഇറാൻ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ തോന്നിയ മാതിരി അത് എടുത്ത് ചെലവാക്കും. അങ്ങനെ തോന്നിയ മാതിരി എടുക്കണേ കൊടുത്തിട്ട് വേണ്ട ചെലവാക്കാൻ. ഇത് ഇവരുടെ പിടിയിലുള്ള അമേരിക്കയുടെ പിടിയിലുള്ള സംഗതിയാണ്. അപ്പൊ അമേരിക്കയുടെ പിടിയിൽ മറ്റു രാജ്യങ്ങളിലാണ് സമ്മതിച്ചു. പക്ഷെ ഒരു രാജ്യത്തിനും ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയുടെ പെർമിഷൻ ഇല്ലാതെ ആ പണം വാങ്ങിക്കൊണ്ട് പോകാൻ ഇറാന് സാധിക്കില്ല എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം. അപ്പൊ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഗാലിബാഫ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അമേരിക്ക പറയുന്നിടത്തൊന്നും ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങൾ ഈ പണം നേരിട്ടെടുത്ത് ചിലവാക്കും. എന്നിട്ട് ടെലിഫോണിലൂടെ ഇവർ തമ്മിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചോളും. അപ്പൊ ഈ രീതിയിലാണ് പത്രപ്രസ്താവനകൾ വരുന്നത്. അപ്പൊ പത്രത്തിൽ വരുന്ന വാർത്തകളും ശരിക്കുള്ള കാര്യങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്നുള്ളത് നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാവും. അല്ലാതെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇതവിടെ പോയിട്ട് ട്രംപിന്റെ കൊട്ടാരത്തിൽ ന്യൂസ് കളക്ട് ചെയ്ത് വരുന്നൊന്നല്ല. ഇത് ഏകദേശം കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇത് ഊഹിച്ചെടുക്കാൻ കഴിയും. ഇനി ഇന്നലെ റൂബിയോ ഗൾഫ് രാജ്യങ്ങളുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അവിടെ ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രകടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഭയം എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ഭീഷണി ഒഴിഞ്ഞാലും ഇറാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകര സംഘടനകൾ, ഇപ്പം ലബനോണിൽ ഹെസ്ബുള്ള ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഇറാന്റെ ഭീകര സംഘടനകൾ ഇറാഖിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ഇറാഖിന്റെ വടക്കൻ റീജിയനിലേക്ക്. അപ്പൊ അവിടെ നിന്നാണ് വാസ്തവത്തിൽ ഇപ്പൊ ഈ അടുത്ത നാളുകളിൽ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടുന്നതിന് തൊട്ട് മുൻപ് കുവൈറ്റിന് നേരെയൊക്കെ ആക്രമണം ഉണ്ടായത് ഈ ഇറാഖിൽ നിന്നായിരുന്നു. അത് ഇറാനിൽ നിന്നായിരുന്നില്ല ആക്രമണം, ഇറാഖിൽ നിന്നായിരുന്നു. അപ്പൊ ഇറാഖിൽ ഒളിച്ചിരിക്കുന്ന ഭീകര സംഘടനകൾ ഇതൊക്കെ IRGCയുടെ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്നാണ് ഈ ഓപ്പറേഷൻ വരുന്നത്. അപ്പം അതിനെ കൂടി ഒതുക്കേണ്ടത് വളരെ എസെൻഷ്യലാണ്. ഇറാനെ മാത്രം ഒതുക്കിയത് കൊണ്ടായില്ല, അതിനെ കൂടി ഒതുക്കേണ്ടത് വളരെ എസെൻഷ്യലാണ് എന്നൊരു കാര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് റൂബിയോ ഗൾഫ് നേതാക്കളുടെ IRGC നേതാക്കളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ ഒരു വിഷയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ.